കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മിസ്റ്റർ പഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു 26 നവംബർ ന്യൂസ് ആണ്. അതിൽ നമ്മൾ ഇന്ന് മറ്റുള്ള നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന അനാലിസിസ് ഡിഫറെന്റ് ആയിക്കൊണ്ട് നമ്മൾ PDF-ഉം അതിന്റെ കൂടെ തന്നെ ആ ഒരു ന്യൂസ് ഏതാന്നുള്ളത് അതിന്റെ ഹിന്ദു പേപ്പറും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നൊരു തുടക്കം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഡിസ്കഷൻ അതോ നമ്മളുടെ ഹിന്ദു പേപ്പറിന്റെ അനാലിസിസ് കൂടി അത് ഹിന്ദു പേപ്പറിൽ വന്ന ന്യൂസും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസ്, അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ടും അല്ലാതെയും അറിയിക്കുക. നമുക്ക് അതിനെ കുറിച്ചുള്ള അതേ രീതിയിലുള്ള നമുക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ അപ്ലോഡ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ന്യൂസ് പറയുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ന്യൂസുകളൊന്ന് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഥവാ ഞാനോടെ അത് PDF ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ വരുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ MGNREGA, മൻരേഗ, പിന്നെ SCO, അതുപോലെ തന്നെ സബ്മറൈൻ വേല, അതുപോലെ തന്നെ OPEC പ്ലസ് എന്നുള്ള ന്യൂസാണ് നമുക്ക് പ്രിലിംസ് ആൻഡ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കാനുള്ളത്. എന്റെ സോഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ ഒരു PDF നിങ്ങൾക്ക് ലഭിക്കുന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ ആയിരിക്കും. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഫീസിൽ UPSC പഠനം നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രിലിംസ് കം മെയിൻസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ KS-ന്റെ ക്ലാസ് നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഫസ്റ്റ് ന്യൂസ് ഉണ്ടായിരുന്നത് ഹിന്ദുവിൽ നമ്മൾ ഓൾറെഡി എക്കണോമിക്കൽ വീക്കർ സെക്ഷന് കൊടുത്തിട്ടുള്ള അതിന്റെ ഇൻകം ക്രൈറ്റീരിയ എന്ത് ചെയ്യുന്നുണ്ട്, റിവിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് ഗവൺമെന്റ് സുപ്രീം കോടതിയുടെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പം ഇൻകത്തിന്റെ ബേസിലൊക്കെയാണ് അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് മാറ്റം വരുത്താൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ളതാണ്. പോകുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലാണ് അത് ഇമ്പോർട്ടന്റ് ആവുന്നത് ആ ന്യൂസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ എങ്ങനെയാണ് കറന്റ് ക്രൈറ്റീരിയ എങ്ങനെയാന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, സൂം ചെയ്യാം. ഓക്കെ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഓൾറെഡി 103 അമെന്റ്മെന്റ് പ്രകാരം ആണ് എന്ത് ചെയ്തത്, 2019 ആക്ട് പ്രകാരമാണ് ആർട്ടിക്കിൾ 15-ലും 16-ലൊക്കെ എന്ത് ചെയ്തത്, ചേഞ്ചസ് വരുത്തിക്കൊണ്ട് ഈ ഒരു എക്കണോമിക്കലി വീക്കർ സെക്ഷന് കൂടി എന്ത് റിസർവേഷൻ കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് എക്കണോമിക്കലി വീക്കർ സെക്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് GS2-ലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. 10% റിസർവേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് 103rd അമെന്റ്മെന്റ് പ്രകാരം 2019-ലാണെന്ന് അറിഞ്ഞിരിക്കുക. അത് അമെന്റ്മെന്റ് വരുത്തിയത് ആർട്ടിക്കിൾ 15-ഉം 16-ഉം ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെന്റ്മെന്റ് ചെയ്തുകൊണ്ടാണ് അതിലേക്ക് വന്നത്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക് റിസർവേഷൻ ആണ് പറയുന്നത് ജോബ്സിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അഡ്മിഷനൊക്കെ വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇത് എന്ത് സ്വാഭാവികമായിട്ടും പുവർ പീപ്പിളിന് എന്ത് ചെയ്യാണ്, മറ്റുള്ള 50% ഓൾറെഡി റിസർവേഷൻ ഉണ്ട് അതിൽ കവർ ചെയ്യാത്ത അഥവാ SC ST OBC തുടങ്ങിയ ആളുകൾക്ക് ഓൾറെഡി റിസർവേഷൻ ഉണ്ട് 50%. അതിൽ കവർ ചെയ്യാത്ത ജനറൽ കാറ്റഗറിയിൽ വരുന്ന വീക്കർ ആയിട്ടുള്ള ആളുകളെ കവർ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് അറിഞ്ഞിരിക്കുക. അത് സെൻട്രലും സ്റ്റേറ്റ്സിനും എന്ത് ചെയ്യാൻ പറ്റും, റിസർവേഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് എന്താണ്, സ്വാഭാവികമായിട്ട് ഇത് ഇനീക്വാലിറ്റി അഡ്രസ് ചെയ്യുന്നതാണ്. കാരണം ഇത് ജനറൽ കാറ്റഗറി തന്നെ വീക്കായി എക്കണോമിക്കലി വീക്കായി നിൽക്കുന്ന ആളുകളെ നമുക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഇത് സ്വാഭാവികമായിട്ടും ഈ ഒരു 10% കോട്ട ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എക്കണോമിക് ബാക്ക്വേർഡ്നെസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ കാസ്റ്റ് ബേസ്ഡിലുള്ള ഡിസ്ക്രിമിനേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഭാഗമായിട്ട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, കാരണം ആ ഒരു റിസർവേഷന് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റിഗ്മ ഒക്കെ നമുക്ക് ഗ്രാജുവലി ഇല്ലാതാക്കാനൊക്കെ പറ്റും. അങ്ങനെ ഗ്രാജുവലി എന്ത് ചെയ്യാൻ പറ്റും, ഹിസ്റ്റോറിക്കൽ ആ ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സ്റ്റിഗ്മ ഒക്കെ ഇല്ലാതാക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിന് കുറച്ച് കൺസേൺസ് ഓൾറെഡി പല ആളുകളും പറയുന്നുണ്ട്. ഒന്ന് അൺഅവൈലബിലിറ്റി ഓഫ് ഡാറ്റയാണ്. നമ്മളിപ്പോ ഇങ്ങനെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഒക്കെ കൊടുക്കുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായ ഡാറ്റ അവൈലബിൾ അല്ല. അതുകൊണ്ട് ധാരാളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോഗ്രാം ഒന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. മറ്റൊന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മളുടെ റിസർവേഷൻ ക്യാപ്പ് ബ്രീച്ച് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഒരു കേസ് തന്നെ ഇന്ദിരാസ്വാമി കേസ് എന്ന് പറഞ്ഞാൽ 1992 ഇമ്പോർട്ടന്റ് കേസാണ്. അതിൽ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഓൾറെഡി പറഞ്ഞിരുന്നു 50% മാക്സിമം റിസർവേഷൻ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളത്. അത് ഇവിടെ ബ്രീച്ച് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഈ ലിമിറ്റ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കോട്ട ലിമിറ്റ് ബ്രീച്ച് ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ക്രൈറ്റീരിയയെ കുറിച്ചുള്ള ആർബിട്രറി അല്ല ക്രൈറ്റീരിയ. ഓക്കെ, ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഒന്ന് വേഗാണ്, അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള സ്റ്റഡിന്റെ ബേസിലല്ല. കാരണം എക്കണോമിക്കലിന്റെ ബേസിലാവുമ്പോൾ തന്നെ പല സ്റ്റേറ്റ്സിലും GDP പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഗോവയിൽ എക്കണോമിക് ഇത് എന്ന് പറയുന്നത് പെർ ക്യാപിറ്റ 4 lakh ആവുമ്പോൾ ബീഹാറിൽ 40,000 ഉള്ളൂ. അപ്പൊ ആ ഡിഫറൻസ് ഒക്കെ അതൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രൈറ്റീരിയ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചതായി പറയുന്നത്. ഓക്കെ, അപ്പൊ അതൊരു വേഫോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കാം, നിങ്ങൾക്കൊന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. KS ലിങ്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്പറുമായിട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പറുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അതാണ് ഒന്നാമത്തെ ന്യൂസിന്. മറ്റൊരു GST റെജീം ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക. GST ഞാൻ പല പ്രാവശ്യം എന്താണ് GST സ്ട്രക്ചറിലെ 3 റൈറ്റ്സ് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഡിസ്കസ് ന്യൂസിൽ വന്നിരുന്നു. ഞാൻ പല പ്രാവശ്യം GST കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നമുക്ക് ഈ ഒരു വ്യത്യാസം മാത്രം പ്രോഗ്രസ് നമുക്ക് എടുത്തുകൊണ്ട് എന്ത് ചെയ്യാം, മറ്റൊരു ന്യൂസിൽ ഡിസ്കസ് ചെയ്യാം.
മറ്റു ന്യൂസിൽ 10,000 crore എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അലോട്ട്മെന്റ് MGNREG മൻരേഗ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പ്രോഗ്രാം നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു ഫിനാൻഷ്യൽ ഇഷ്യൂസ്. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ കൊടുത്തത്. 100 ദിവസം വരെ എന്താണ് ജോലി കിട്ടുന്ന ഉറപ്പ് നൽകുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ അതിൽ ഈ ഒരു ഇത്ര എമൗണ്ട് കൊടുത്തുന്നു നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. നമുക്കതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താണ് MGNREG, അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കൽ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൻരേഗനെ കുറിച്ച് GS2 നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ, പോവർട്ടി, ഗവൺമെന്റ് പോളിസീസ്, ഇന്റർവെൻഷൻ ടോപ്പിക്കിലൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. GS3 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മൻരേഗ എന്ന് പറയുന്ന സ്കീം എന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആണ്. മുമ്പത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ആയിരുന്നു 2005 എനാക്ട് ചെയ്യുന്ന സമയത്ത്. എന്താണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടി. ഒരു ഡിമാൻഡ് ഡ്രിവൻ പ്രോഗ്രാം ആണ്, വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണെന്ന് അറിഞ്ഞിരിക്കുക. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കീഴിലാണ് വരുന്നത്. എവരി അഡൽട്ട് മെമ്പർ ഓഫ് ദി ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എലിജിബിൾ ആണ് ഈ പ്രോഗ്രാമിൽ എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് അതിൽ കൊടുക്കുന്നത്, 100 days ഗ്യാരണ്ടീഡ് വേജ് എംപ്ലോയ്മെന്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ആർക്കും അൺസ്കിൽഡ് മാനുവൽ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആർക്കും 100 ദിവസത്തെ ജോലിയാണ് ഒരു വർഷം കൊടുക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. എല്ലാ ഡിസ്ട്രിക്റ്റും എന്ത് ചെയ്യുന്നതിൽ കവർ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. 100% അണ്ടർ അർബൻ പോപ്പുലേഷൻ ഒക്കെ ഉള്ളത് എക്സെപ്റ്റ് വൺസ് വിത്ത് 100% അർബൻ പോപ്പുലേഷൻ ഉള്ളത് ഒഴികെ ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റും കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്നുള്ള പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ ഒരു എല്ലാ ഡിസ്ട്രിക്റ്റും ഉണ്ട്, പക്ഷെ എക്സെപ്റ്റ് ഏതാണ് 100%ഉം അർബൺ ആണെങ്കിൽ, കാരണം റൂറൽ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ അഡീഷണൽ 50 days എന്ത് ചെയ്യുന്നുണ്ട്, അൺസ്കിൽഡ് വേജ് എംപ്ലോയ്മെന്റ് ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഇതിലൊരു 3 clause 4 MGNREG പറയുന്നുണ്ട്. അഡീഷണൽ ഡേയ്സും വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ്സിന് കൊടുക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഒന്ന് ലോ വേജ് റേറ്റ് ആണ്. നമുക്കതിലെ കമ്പാരിറ്റീവ്ലി മറ്റുള്ള മാർക്കറ്റ് റേറ്റ് നോക്കുമ്പോൾ തന്നെ ഈ ഇത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം 264 രൂപയാണ് എന്ത് ചെയ്യുന്നത്, നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് പ്രകാരമൊക്കെ പറയുന്നതൊക്കെ 264ഉം 205 ഒക്കെയാണ്. പക്ഷെ ഇതിൽ അത്രയും എന്ത് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. പിന്നെ ഫിനാൻസിങ് ഇനാഡിക്വേറ്റ് ആണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഇന്ന് 10,000 കൊടുത്തു എന്ന് പറഞ്ഞത്. പിന്നെ ഉള്ള പേയ്മെന്റ് തന്നെ ഡിലേ നന്നായിട്ട് വരാറുണ്ട് എന്നുള്ള പറയാൻ പറ്റും. 15 days ഒക്കെ കൊടുക്കണം എന്നാണ്. ഓക്കെ, മറ്റൊന്ന് പറയുന്ന ഒന്നാണ് ഇൻഎഫക്റ്റീവ് ആണ് റോൾ ഓഫ് PRI. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ റോള് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ലിറ്റിൽ ഓട്ടോണമി അവർക്ക് കിട്ടുന്നുള്ളൂ. മറ്റൊന്ന് പറയുന്നതാണ് ഇൻകംപ്ലീറ്റ് വർക്കാണ്. പല വർക്കുകളും നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നതും ഡിലേ ഉണ്ടാവുന്നുണ്ട്, അത് ഇൻകംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഫാബ്രിക്കേഷൻ ആണ് ജോബ് കാർഡിൽ ഉണ്ടാവുന്നത്. അത്തരമൊക്കെ ഇഷ്യൂസ് ആയിട്ട് പറയാൻ പറ്റും. അതിന്റെ വേ ഫോർവേഡ് എന്ത് പറയാം, ഒരു വർക്ക് എന്ത് ചെയ്യാം, മസ്റ്റ് എൻഷുർ ദ വർക്ക് ഈസ് പ്രൊവൈഡഡ് എന്നുള്ള ഉറപ്പ് വരുത്താം. ഓക്കെ, അതുപോലെ തന്നെ ഡിമാൻഡ് അനുസരിച്ച്. അതുപോലെ തന്നെ വാല്യൂ അഡീഷനിലേക്ക് ഫോക്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ വെറുതെ കുറെ വർക്ക് ചെയ്യാന്നുള്ളതിനപ്പുറം പിന്നെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ളതാണ്. സ്കീമിനെ സ്ട്രെങ്തൻ ചെയ്യാണ്ട് ബെറ്റർ കോർഡിനേഷൻ ഡിപ്പാർട്ട്മെന്റ് തമ്മിലും മിനിസ്റ്ററീസ് തമ്മിലൊക്കെ എന്ത് ചെയ്യുക, കോർഡിനേഷൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ജെൻഡർ വേജ് ഗ്യാപ്പ് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇത് കുറയ്ക്കണം എന്നുള്ളതും കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. അതാണ് അതിൽ അറിഞ്ഞിരിക്കേണ്ടത് MGNREG ന്യൂസ്. പിന്നെ മറ്റുള്ള ന്യൂസുകൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക. നമുക്ക് മറ്റേ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പ്രധാനമായിട്ട് ഞാൻ വളരെ ഇമ്പോർട്ടന്റ് തോന്നുന്ന ഈ കേരള ബേസ്ഡ് ന്യൂസുകളൊക്കെ നിങ്ങളൊന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ എഡിറ്റോറിയൽ പേജുകളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം, മറ്റൊരു ദിവസം നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ മറ്റു ന്യൂസ് നമുക്ക് വരുന്നത് ക്രിപ്റ്റോ കറൻസി. നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു ന്യൂസ് ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഹങ്ക് അത് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഡാറ്റ ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സബ്മറൈൻ. ഓക്കെ, INS വേല നമ്മൾ നേവിയിലേക്ക് പുതുതായിട്ട് സബ്മറൈൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്കോർപ്പിയൻ ക്ലാസ്സിലുള്ളത്. ജസ്റ്റ് നമുക്ക് ആ ഒരു നമ്മളുടെ സയൻസ് ടെക്നോളജി ഡിഫൻസ് എന്നുള്ള മേഖലയിൽ നമുക്ക് സബ്മറൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇതിപ്പോൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്, അത് അറിഞ്ഞിരിക്കാം. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്താണ് അതിനെ കുറിച്ച് ജസ്റ്റ് നോക്കാം. സബ്മറൈൻ വേലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രിലിംസിലൊക്കെ വരുന്ന ഫാക്ട് ആണ്. അതിലേക്ക് ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് P75ന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് അറിഞ്ഞിരിക്കാം. സ്കോർപ്പിയൻ ക്ലാസ് സബ്മറൈൻ ആണ്. പ്രൊജക്ട് 75 സ്കോർപ്പിയന്റെ ക്ലാസ്സിൽ വരുന്നതെന്ന് അറിഞ്ഞിരിക്കാം. അത് ഡീസൽ ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം പ്രകാരം വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, എന്ത് കേപ്പബിൾ ആണ്, മൾട്ടി വേരിയസ് മിഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആന്റി സർഫേസ് ഷിപ്പ് വാർഫെയറും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, അതുപോലെ ഇന്റലിജൻസ് ഗ്യാതറിങ്ങിനും മൈൻ ലേയിങ്ങിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് അറിഞ്ഞിരിക്കാം. ഏരിയ സർവൈലൻസിനൊക്കെ പറ്റും. ഓക്കെ, ഈ ഒരു സ്കോർപ്പിയൻ ക്ലാസ് എന്ന് പറയുന്നത് നേവിന്റെ ഫസ്റ്റ് മോഡേൺ കൺവെൻഷൻ സബ്മറൈൻ സീരീസ് ആണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, പിന്നെ പ്രോജക്ട് 75 എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ് ഇന്ത്യൻ നേവിന്റെ 6 സ്കോർപ്പിയൻ ക്ലാസ് അറ്റാക്ക് സബ്മറൈൻസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതെന്ന് അറിഞ്ഞിരിക്കാം.
ഓക്കെ, ഡിസൈൻ ഓഫ് കൽവാരി ക്ലാസ് ഓഫ് സബ്മറൈൻസ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ, ഇന്ത്യൻ നേവി ഒക്കെ സപ്പോർട്ട് ചെയ്തുള്ള പ്രോഗ്രാം ആണ് അറിഞ്ഞിരിക്കുക. ഓക്കെ, പിന്നെ അപ്പോൾ തന്നെ അതിൽ വരുന്ന അതർ സബ്മറൈൻ മിഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് 2 സബ്മറൈൻസ് വരുന്നുണ്ട്, കൽവാരി, കാന്തേരി എന്നുള്ളത് ഇത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ സ്കോർപിയൻ ബാഗിയർ ഉണ്ട്, ട്രയലിലാണുള്ളത്. ഇത് രണ്ടും ഓൾറെഡി കമ്മീഷൻ ചെയ്താണ്. പിന്നെ അപ്പോൾ തന്നെ 6th വൺ INS വാക്ഷീർ ആണെന്ന് അറിയിക്കുക, അതും കൺസ്ട്രക്ഷനിലാണുള്ളത്. ഓക്കെ, മറ്റൊരു ന്യൂസ് ഡിസ്കഷനിൽ ഉണ്ടായിരുന്നത് ഹിന്ദുവിൽ വന്ന മറ്റൊരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ SEO ബന്ധപ്പെട്ട ന്യൂസ് ആണ്. ഓക്കെ, മറ്റുള്ള ജസ്റ്റ് നിങ്ങൾ വായിക്കാം, നമ്മുടെ സമയ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ന്യൂസുകൾ പറഞ്ഞു പോകുന്നില്ല. നമ്മൾ ഓൾറെഡി നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേന്റെ റിപ്പോർട്ട് ഞാൻ ഓൾറെഡി നല്ല ഡിസ്കസ് ചെയ്തിരുന്നു, കാണാത്തവരൊന്ന് എടുത്ത് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. മറ്റ് ഇന്ത്യ SEO ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബയലാറ്ററൽ ഇഷ്യൂസ് SEOയിൽ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഈ വരും ദിവസങ്ങളിൽ SEOയിൽ എന്തൊക്കെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് മുന്നായിട്ട് നിങ്ങൾ SEO എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. ഞാൻ ഈ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയും, അത് പറയുന്നത് പെർമനന്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ് അറിഞ്ഞിരിക്കുക. എന്താണ് അവരുടെ എയിം? ടു മെയിൻറ്റെയിൻ ദ പീസ്, സെക്യൂരിറ്റി, സ്റ്റെബിലിറ്റി ഒക്കെ റീജിയനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് 2001 ക്രിയേറ്റ് ചെയ്തത്. SEO ചാർട്ടർ അഡോപ്റ്റ് ചെയ്ത് 2003 അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതിന്റെ ഉത്ഭവം നോക്കുകയാണെങ്കിൽ 2001 അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഷാങ്ഹായ് 5 എന്നുള്ള രീതിയിൽ കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ കൂടിയിട്ടുള്ളതാണ്. അതിൽ ഇന്ത്യ ഇല്ലായിരുന്നു ഫസ്റ്റ് അറിഞ്ഞിരിക്കുക. അത് പിന്നെ എന്ത് ചെയ്ത് എൻലാർജ് ചെയ്യുന്നുണ്ട്. 2017 ഇന്ത്യയും പാകിസ്ഥാനും ആഡ് ചെയ്ത്. ഇപ്പൊ ടോട്ടൽ 8 മെമ്പേഴ്സ് ആണുള്ളത്. കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, റഷ്യ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ. ഓക്കെ, അപ്പൊ അത്രയും രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ്. പിന്നെ റഷ്യയും, പിന്നെ അവിടെ വരുന്ന ഇസ്ഥാൻമാർ, അതിൽ ടർക്ക്മെനിസ്ഥാനാണ് ഇല്ലാത്തതെന്ന് അറിഞ്ഞിരിക്കുക. ഒബ്സർവർ ആയിട്ട് വരുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ഡയലോഗ് പാർട്ട്നേഴ്സ് കൊടുത്തിട്ടുണ്ട്, PDF നോക്കാം. ഒബ്ജക്റ്റീവ് എന്താണ്? മ്യൂച്വൽ ട്രസ്റ്റ് സ്ട്രെങ്തൻ ചെയ്യുക, എഫക്റ്റീവ് കോപ്പറേഷൻ ഉണ്ടാവുക, പൊളിറ്റിക്കൽ, ട്രേഡ്, എക്കോണമിയിലൊക്കെ, എഡ്യൂക്കേഷൻ ഒക്കെ